ഈ രാജ്യത്ത് കോൺഗ്രസ് രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ബി ജെ പിക്ക് ബദലായി നമുക്കെല്ലാവർക്കും കൂടി ഒരു ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാവണം എന്നൊക്കെ. ഒറ്റ കാര്യമേ ഉള്ളൂ, രാജ്യത്തെ കോൺഗ്രസിന് ഇപ്പോൾ ഉപദേശം കൊടുക്കുന്നത് കെ സി വേണുഗോപാലാണ്. അദ്ദേഹം പൂർണ്ണമായും സംഘപരിവാറിന് മുമ്പിൽ സറണ്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ രേവന്ത് റെഡ്ഡിയുടെ ഉപദേഷ്ടാവ്. പിന്നെ പറയാനുണ്ടാവും, കേരളത്തിൽ നിന്ന് എം പി ആവാൻ വേണ്ടി രാജ്യസഭാ സീറ്റ് ബി ജെ പി കൊടുത്ത ആളാണ്. ഇദ്ദേഹം പണം വാങ്ങി സീറ്റ് കൊടുക്കുന്ന ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബി ജെ പി പോവുക. അയാളാണ് ആരുടെ ഉപദേഷ്ടാവ്? ഈ രേവന്ത് റെഡ്ഡിയുടെ ഉപദേഷ്ടാവ്. ആ രേവന്ത് റെഡ്ഡിക്ക് വല്ല വകതിരിവും ഉണ്ടോ? എന്തൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നത്? നിങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടിലെ കണക്കുകൾ ഇപ്പോൾ പറഞ്ഞു. അവിടെ ബി ജെ പിയുമായിട്ട് എന്താ നടക്കുന്നത്? അദ്ദേഹം ഈ മോഡിയുമായിട്ട് എന്താ അദ്ദേഹത്തിന്റെ ഡീല്? മോഡി ഭരിക്കേണ്ടതില്ല, ഞാൻ നോക്കിക്കോളാം എന്നുള്ളതാ. നമ്മൾ കാണുന്നില്ലേ കാഴ്ചകള്? എല്ലാം ആദ്യം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഇദ്ദേഹത്തിന്റെ സംസ്ഥാനം തെലങ്കാന. മറന്നുപോയോ? അപ്പൊ ഈ കെ സി വേണുഗോപാലും ഈ രേവന്ത് റെഡ്ഡിയും ഒക്കെ രാജ്യത്തെ ലക്ഷണമൊത്ത കറക്ക് കമ്പനികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്തുക എന്നതിൻ്റെ അപ്പുറത്തൊന്നില്ല. രാജ്യത്ത് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഒരു, നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു ആവേശത്തിൽ പറയുന്ന രോമത്തിൽ തൊടയാനുള്ള ധൈര്യം ഇവർക്കില്ല. കാരണം എന്താ അറിയോ? മടിയിൽ കനണ്ട്. ഈ രേവന്ത് റെഡ്ഡി ആയാലും ഈ കെ സി വേണുഗോപാലായാലും ഈ കേരളം പരിശോധിച്ചോട്ടെ. കെ സി വേണുഗോപാലിനെ ഒരു മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ വകുപ്പും ഈ നരേന്ദ്രമോദിന്റെ അടുത്തുണ്ടാവില്ലേ? മര്യാദക്കാണെങ്കിൽ എന്താ ചെയ്യാത്തത്? ഇവരിപ്പോ ഇങ്ങോട്ടാണല്ലോ പറയുന്നത്. എന്താ ചെയ്യാത്തത്? കെ സി വേണുഗോപാലിന് അറിയാത്തവരാ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാര്? അറിയാത്തവരാ? എന്തേ അന്വേഷണം നടക്കാത്തത്? ആരാ ഇവരൊക്കെ? തട്ടിപ്പ് സംഘം.